ഹായ് സ്റ്റുഡൻറ്റ്, ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കാറ്റിനേഷൻ എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ടൈം കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എന്താണ് ഓർമ്മ വരുന്നത്? കാർബൺ കാർബൺ ബോണ്ട് അല്ലേ? കാർബണിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിനാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് കാറ്റിനേഷൻ? കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് കോവലൻ്റ് ബോണ്ട് വഴി കമ്പൈൻ ചെയ്ത് ചെയിൻ സ്ട്രക്ചറോ സ്ട്രെയിറ്റ് ചെയിനോ ബ്രാഞ്ചഡ് ചെയിനോ ചെയിൻ സ്ട്രക്ചറോ അല്ലെങ്കിൽ റിംഗ് സ്ട്രക്ചറോ ഫോം ചെയ്യുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ കാണിക്കുന്നത് നമ്മൾ പറയുന്ന പോലെ പണ്ട് പഠിച്ച പോലെ തന്നെ കാർബണാണ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കാർബൺ മാത്രമല്ല ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത് കാർബണിൻ്റെ ഗ്രൂപ്പിലുള്ള 14th ഗ്രൂപ്പിലുള്ള കാർബൺ, സിലിക്കൺ, ഇതൊക്കെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നു. ഒപ്പം തന്നെ സൾഫറും ഫോസ്ഫറസും കാണിക്കുന്നുണ്ട്. പക്ഷേ കാർബണിന് ലിമിറ്റേഷൻസ് ഇല്ല, ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. ബട്ട് ഫോസ്ഫറസ്, സിലിക്കൺ, സൾഫർ അതൊക്കെ ഒരു സം റെസ്ട്രിക്റ്റഡ് ആണ്. അത് ലിമിറ്റഡ് നമ്പർ ഓഫ് ബോണ്ടേ ഫോം ചെയ്യുകയുള്ളൂ. കാറ്റിനേഷൻ പ്രോപ്പർട്ടി പറയണമെങ്കിൽ ഒരു എലമെൻറ്റ് ഈ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ, ഈ കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ഏത് എലമെൻ്റാണോ ആ എലമെൻറ്റിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 അതിലധികമോ ആയിരിക്കണം. മിനിമം 2 ആയിരിക്കണം. സോ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെൻറ്റിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 അതിലധികമോ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ ശ്രദ്ധിച്ചാൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കാം. കാറ്റിനേഷൻ കാണിക്കുന്ന കാർബൺ കാർബൺ ബോണ്ട്, ഈ ബോണ്ട് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 355 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓക്കെ, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് 355 കിലോ ജൂൾ പെർ മോളാണ്. ഓക്കെ, ഇതാണ് നോക്കട്ടെ. ഇനി അടുത്തൊരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. ഇനി കാർബൺ കാർബൺ സിംഗിളിൻ്റെ ബോണ്ടിന് പകരം കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ട്, ഇതിൻ്റെ ബോണ്ട് എനർജി എന്ന് പറയുന്നത് 358 കിലോ ജൂൾ പെർ മോളും കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ടിൻ്റെ ബോണ്ട് എനർജി എന്ന് പറയുന്നത് 309 കിലോ ജൂൾ പെർ മോളും. നിങ്ങൾ ശ്രദ്ധിക്കുക, കാറ്റിനേഷൻ വഴി ഫോം ചെയ്ത ബോണ്ടിൻ്റെ എനർജി എന്ന് പറയുന്നത് 355. ഇനി ആ ഒരു കാർബണിന് പകരം വേറെ ഏതെങ്കിലും ഒരു എലമെൻ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കരുതുക, ഓക്സിജനോ നൈട്രജനോ ഏതെങ്കിലും. ഇപ്പം രണ്ടാമത്തെ കണ്ടീഷൻ പറയുമ്പോൾ കാറ്റിനേഷൻ കാണിക്കുന്ന എലമെൻറ്റുകൾക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് വഴി ഫോം ചെയ്ത ബോണ്ടുകളുടെ എനർജി എന്ന് പറയുന്നത് കാറ്റിനേഷൻ വഴി ഫോം ചെയ്ത ബോണ്ടിൻ്റെ തുല്യ എനർജിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആയിരിക്കണം. മറ്റു രീതിയിൽ പറഞ്ഞാൽ കാറ്റിനേഷൻ വഴി ഫോം ചെയ്ത ബോണ്ടിൻ്റെ എനർജി എന്ന് പറയുന്നത് വേറൊരു എലമെൻറ്റുമായി കമ്പൈൻ ചെയ്ത സിംഗിൾ ബോണ്ടിൻ്റെ എനർജിക്ക് തുല്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കണം. നോക്കാം, കാർബൺ ഓക്സിജൻ സിമിലർ അല്ലേ? കാർബൺ കാർബൺ ബോണ്ടിന് ഓൾമോസ്റ്റ് സിമിലർ അല്ലേ? ഇനി കാർബൺ നൈട്രജൻ ബോണ്ട് നോക്കുക, 309 ആണ്. കാർബൺ കാർബൺ ബോണ്ട് 355. സോ കാർബൺ കാർബൺ ബോണ്ടിൻ്റെ എനർജി എന്ന് പറയുന്നത് കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഒന്നുകൂടെ. കാറ്റിനേഷൻ വഴി ഫോം ചെയ്ത ഒരു എലമെൻറ്റിന് പകരം വേറൊരു എലമെൻ്റാണ് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ബോണ്ട് എനർജി എന്ന് പറയുന്നത് കാറ്റിനേഷൻ വഴി ഫോം ചെയ്ത കോമ്പൗണ്ടിൻ്റെ ബോണ്ട് എനർജിക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആയിരിക്കണം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കാർബൺ കാർബൺ
സിംഗിൾ ബോണ്ട്, കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ട്, കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ട്, അത് തമ്മിലുള്ള എനർജി നോക്കുക. കാർബൺ ഓക്സിജൻ ബോണ്ട് ചെയ്ത ബോണ്ട് എനർജിക്ക് തുല്യമായിരിക്കുന്നത് കാർബൺ ബോണ്ട് എനർജി. കാർബൺ നൈട്രജൻ ബോണ്ട് എനർജിയേക്കാൾ കൂടുതലായിരിക്കും കാർബൺ നൈട്രജൻ ബോണ്ട് എനർജി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ടാണ് കേട്ടോ. കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഫോം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബോണ്ട് എനർജി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 800. കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ട് എനർജി എന്ന് പറയുന്നത് 615 കാർബൺ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ബോണ്ട് എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, 887 കിലോ ജൂൾ പെർ മോ ആണ്. അതും ഫോം ചെയ്യും, അത് നമ്മളിവിടെ എടുക്കേണ്ട കാര്യമില്ല. കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ടോ അല്ലെങ്കിൽ കാർബൺ നൈട്രജൻ സിംഗിൾ ബോണ്ടോ അല്ലെങ്കിൽ കാർബണോ വേറെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ബോണ്ട് എനർജി നോക്കിയാൽ മതി. പറഞ്ഞു കാർബൺ മാത്രമല്ല കാറ്റനേഷൻ കാണിക്കുന്നത്, കാർബണിൻ്റെ ഗ്രൂപ്പിലുള്ള സിലിക്കൺ കാണിക്കാറുണ്ട്, ജർമ്മനിയം കാണിക്കാറുണ്ട്, ടിൻ കാണിക്കാറുണ്ട്. ഓക്കെ, സിലിക്കൺ ബോണ്ട് എനർജി എന്ന് പറയുന്നത് 225 കിലോ ജൂൾ പെർ മോളും, ജർമേനിയം ബോണ്ട് ഫോം ചെയ്യുന്നത് 167, ടിൻ ഫോം ചെയ്യുന്നത് 159 കിലോ ജൂൾ പെർ മോളായിരിക്കും. ഓക്കെ, സോ താഴ്ത്ത് വരുംതോറും ബോണ്ട് എനർജി കുറഞ്ഞു വരാൻ കാരണം അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പം ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യും, സോ ബോണ്ട് എനർജി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ പറയുമ്പം നമുക്ക് എങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്യാം, കാറ്റനേഷൻ ഓർഡർ എങ്ങനെ എഴുതാം. 14th ഗ്രൂപ്പിൻ്റെ കാർബൺ ഗ്രേറ്റർ ദാൻ, സിലിക്കൺ ഗ്രേറ്റർ ദാൻ, ജർമേനിയം ഗ്രേറ്റർ ദാൻ, ടിൻ ഗ്രേറ്റർ ദാൻ, ലെഡ് കാണിക്കാറുണ്ട്, പക്ഷേ നമ്മളത് എടുക്കാറില്ല. സോ ഇങ്ങനെയായിരിക്കും ഡിക്രീസിങ് ഓർഡർ ഓഫ് കാറ്റനേഷൻ പ്രോപ്പർട്ടി ഇൻ 14th ഗ്രൂപ്പ്. കാർബണിൻ്റെ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ എന്തുതരും, സിലിക്കണും തരാറുണ്ട്. ഉദാഹരണം CnH2n+2, ഇതിനെ നമ്മൾ ജനറലായിട്ട് എങ്ങനെ പേര് പറയും, ആൽക്കേൻ എന്ന് പേര് പറയും അല്ലേ. സോ സിമിലർ സ്ട്രക്ചർ അല്ലെങ്കിൽ സിമിലർ ഫോർമുല വെച്ച് സിലിക്കണും തരാറുണ്ട്. സിലിക്കൺ NH2n+2, ഇതിന് പറയുന്ന പേരാണ് സിലൈൻ, ആൽക്കെയിൻ സിലൈൻ. ഓക്കെ, ആൽക്കെയിൻ്റെ ANE, സിലൈൻ്റെ SIL-ANE. ഓക്കെ, സിമിലർ ഫോർമുല തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ റിയാക്ടിവിറ്റിക്ക് വ്യത്യാസമുണ്ട്. സിലൈൻസ് ഹൈലി റിയാക്റ്റീവ് ആണ്, സോ ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. അത് ബോണ്ട് എനർജി കുറവാണ്, സോ അത് റിയാക്ടിവിറ്റി കൂടുതലാണ്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. സോ അവർക്ക് ഇത് സ്റ്റേബിൾ അല്ല, റിയാക്ടിവിറ്റി കൂടുതലാണ്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ആൽക്കീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സിലൈൻ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. ഇനി ഒരു സിലൈൻ്റെ റിയാക്ടിവിറ്റി കുറയ്ക്കണം അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനകത്തേക്ക് ബൾക്കി ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബൾക്കി എലമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സാമ്പിൾ സിലൈൻ 2Br6, ബ്രോമിനൊരു സൈസ് കൂടിയൊരു എലമെൻ്റാണ്. സോ അതൊരു ബൾക്കി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പം ആൽക്കേനെ അപേക്ഷിച്ച് സിലൈൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. പറയുന്നത് ഇതിനെ ഡിക്കമ്പോസ് ചെയ്യാതെ തന്നെ 265 ഡിഗ്രി സെൽഷ്യസ് വരെ ഡിക്കമ്പോസിഷൻ നടക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിൽഡ് ചെയ്യാൻ പറ്റും. 265 ഡിഗ്രി സെൽഷ്യസ് വരെ ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റും, ഡിക്കമ്പോസിഷൻ നടക്കാതെ തന്നെ. പക്ഷേ ആൽക്കീൻ ആണെങ്കിലോ, കാർബൺ ബ്രോമിനേറ്റ് ചെയ്താണെങ്കിലോ 200 ഡിഗ്രി സെൽഷ്യസിൽ എന്തായി മാറും, അത് ഡിക്കമ്പോസിഷൻ സംഭവിച്ച് C2H4+Br2 ആയിട്ട് മാറും. സോ സിലൈൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ബൾക്കി ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബൾക്കി സബ്സ്റ്റിറ്റ്യൂവൻ്റ്
വന്നു കഴിഞ്ഞാൽ അതിന് സിലൈൻ്റെ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യപ്പെടും, റിയാക്ടിവിറ്റി കുറയും. റിലേറ്റീവ്ലി ആൽക്കീൻസിനെ അപേക്ഷിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ആൽക്കീൻ്റെ ചില റിയാക്ഷൻ സിമിലർ ആയിട്ടുള്ള റിയാക്ഷൻ എന്തും കാണിക്കും, സിലൈൻ കാണിക്കാറുണ്ട്. എക്സാമ്പിൾ ആൽക്കീൻ 2n+2 + 3n+1/2 O2 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, NCO2 + n+1 H2 ഫോം ചെയ്യും. ഏത് ആൽക്കൈൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. അതുപോലെ തന്നെ സിലൈൻ O2 കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, SiO2 സിലിക്കൺ ഡയോക്സൈഡും വാട്ടറും കിട്ടും. സിമിലർ റിയാക്ഷനാണ്, പക്ഷെ പ്രൊഡക്റ്റ് വേറെയാണ്, ശ്രദ്ധിക്കണം. റിയാക്ഷൻ സെയിം തന്നെയാണ്, കാർബൺ ഡയോക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും. ഓക്കെ, ഇവിടെ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് സിമിലർ ആയിട്ടുള്ള എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെ മാത്രമല്ല, അതിനൊരു രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ സിമിലർ ആണെങ്കിൽ ഹോമോയും ഡിഫറെൻ്റ് ആണെങ്കിൽ ഹെട്രോയും ഉണ്ടാകും. സോ ഇവിടെ അതുപോലെ തന്നെ ഹെട്രോ കാറ്റിനേഷൻ ഇവിടെ കാണിക്കാറുണ്ട്. ഹോമോ കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാറ്റിനേഷൻ നമ്മൾ പറയുമ്പം സിമിലർ ആയിട്ടുള്ള എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് ലോങ് സ്ട്രെയിൻ ചെയിനോ അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ചെയിനോ ചെയിൻ സ്ട്രക്ചറോ അല്ലെങ്കിൽ റിംഗ് സ്ട്രക്ചറോ ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഹെട്രോ ആണെങ്കിലോ സിമിലർ ആയിട്ടുള്ള എലമെൻറ്റുകൾക്ക് അല്ല, പകരം സിമിലർ ആയിട്ടുള്ള എലമെൻറ്റ് കാണുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും. സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ, വീണ്ടും ഓക്സിജൻ സിലിക്കൺ ഓക്സിജൻ സിലിക്കൺ. അതായത് സിമിലർ ആയിട്ടുള്ള എലമെൻറ്റുകൾക്കിടയിൽ വേറൊരു എലമെൻറ്റും കൂടെ ആഡ് ചെയ്യപ്പെടും. അതാണ് എന്ത് പറയുന്നത്, ഹെട്രോ കാറ്റിനേഷൻ. സിമിലർ ആയിട്ടുള്ളതല്ല, പകരം സിമിലർ ആയിട്ടുള്ള എലമെൻറ്റ് കാണുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും. The phenomenon chain are built up of alternating atoms of different elements. ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും നിയർ ആയിട്ട് വരുന്നത്. സോ സിമിലർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും കാണുക. ഓക്കെ, ഇതിനെ രണ്ട് ക്ലാസ് ആയിട്ട്, ഇനോർഗാനിക് ഹെട്രോ കാറ്റലിസ് പോളിമേഴ്സിനെ രണ്ട് ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സിലിക്കോൺസും മറ്റൊന്ന് പോളിഫോസ്ഫജൻസ്. സിലിക്കോൺസിൻ്റെ ഫോർമുല R2SiO N. ഇനി പോളിഫോസ്ഫേറ്റിൻ്റെ PnOr2N. ഇതായിരിക്കും അതിൻ്റെ ജനറൽ ഫോർമുല. ഇനി സിലിക്കോൺസിൻ്റെ സ്ട്രക്ചർ നോക്കാം. SiRRO SiRR. ഇവിടെ എന്ത് വരും, അടുത്തത് ഓക്സിജൻ വരും, സിലിക്കൺ വരും, ആർ ഗ്രൂപ്പ് വീണ്ടും ഇവിടെ ഓക്സിജൻ സിലിക്കൺ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അതാണ് സിലിക്കോൺസിൻ്റെ സ്ട്രക്ചർ. അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ഇതായിരിക്കും. ഇനി ഫോസ്ഫേറ്റിൻ്റെ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോസ്ഫേറ്റിൻ്റെ എൻ ഡബിൾ ബോണ്ട് പിയും സിലിക്കോണിൻ്റെ SI സിലിക്കൺ ഓക്സിജൻ ബോണ്ടായിരിക്കും ഹെട്രോ കാറ്റിനേഷൻ വരുന്നത്. ഇവിടെ എൻ ഡബിൾ ബോണ്ട് പിയും സിലിക്കോണിൻ്റെ SI സിംഗിൾ ബോണ്ട് ഓയും ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ അടുത്തുനിന്ന് വരും എൻ ഡബിൾ ബോണ്ട് പി OR എൻ ഡബിൾ ബോണ്ട് പി ഇങ്ങനെ വരും. സിമ്പിൾ
ഹെട്രോ കാറ്റനേഷൻ കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഫോസ്ഫേറ്റ്. അതിൻ്റെ സിമ്പിൾ യൂണിറ്റിനെ ഫോസ്ഫേറ്റ് എന്നും അത് നമ്പർ കൂടുന്നതനുസരിച്ച് അതിനെ പോളിഫോസ്ഫേറ്റ് എന്നും വിളിക്കാറുണ്ട്. ഇനി ഫോസ്ഫേറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കാം. ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നത് ഡീഹൈഡ്രേഷൻ വഴിയാണ്. ഏതെങ്കിലും ഒരു ആസിഡിൻ്റെയോ അല്ലെങ്കിൽ ആസിഡിൻ്റെ സാൾട്ടിൻ്റെയോ ഡീഹൈഡ്രേഷൻ നടന്ന് ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് ഫോസ്ഫേറ്റ്. ഇപ്പോൾ ഫോസ്ഫേറ്റിൻ്റെ കാറ്റനേഷൻ എന്ന് പറയുന്നത് ഫോസ്ഫറസ് ഓക്സിജൻ ബോണ്ടാണ്. ഫോസ്ഫറസ് നൈട്രജൻ ബോണ്ടും ഫോസ്ഫേറ്റിൻ്റെ ഫോസ്ഫറസ് ഓക്സിജൻ ബോണ്ടുമാണ്. സോ ഫോം ചെയ്യുന്നത് 2 ഡബിൾ ബോണ്ട് ഫോസ്ഫറസ് O മൈനസ് OH ഹീറ്റ് ചെയ്യുന്നു. സോ കിട്ടുന്ന പ്രോഡക്റ്റ് O എന്താണ് എലിമിനേഷൻ? ഡീഹൈഡ്രേഷൻ സംഭവിക്കും. -H2O ഫോസ്ഫറസ് O മൈനസ് ഡബിൾ ബോണ്ട്. ഇതായിരിക്കും ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോസ്ഫേറ്റ്. എൻ നമ്പർ 2 ആണെങ്കിൽ ഡൈ ഫോസ്ഫേറ്റ് എന്നും 3 ആണെങ്കിൽ ട്രൈ ഫോസ്ഫേറ്റ് എന്നും പറയുന്നു. ഓക്കെ, കൂടുകയാണെങ്കിൽ അതിനെ പോളി ഫോസ്ഫേറ്റ് എന്നും പറയും. സോ ഇതിൻ്റെ പോളി ഫോസ്ഫേറ്റിൻ്റെ ജനറൽ ഫോർമുല PnO 3n+1 n+2 മൈനസ്. ഇതായിരിക്കും പോളിഫോസ്ഫേറ്റിൻ്റെ